ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർട്ട് 1 ഐക്യയുടെ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിച്ചത് എങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഈ മോഡുലാർ കിച്ചൺ എന്നുള്ളത് ആൾക്കാർക്ക് ഒക്കെ സംശയം ചിലർക്കൊക്കെങ്കിലും കാണും. അപ്പോൾ ആ ഒരു സംശയം ഇന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മോഡുലാർ കിച്ചൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി ഷോറൂമിൽ പോയി നമുക്കിത് കണ്ട് നമുക്ക് ഏത് കിച്ചണാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടതെന്ന് കണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ഇന്ന പോലത്തെ കിച്ചൺ വേണം എൻ്റെ വീട്ടിൽ വെക്കാൻ എന്നുള്ള ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ വന്ന് നമ്മുടെ വീട്ടിൽ വന്നത് സെറ്റ് ചെയ്ത് തരും. അപ്പം നമുക്ക് കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. എങ്ങനെ കുറച്ച് സ്പേസിൽ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഏതാണ് നമുക്ക് സ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒക്കെ കാർപ്പൻറ്റേഴ്സിനെ വിളിപ്പിച്ച് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയത്തില്ല. ഒരു കാര്യം അങ്ങ് ചെയ്യും, എന്നും പണ്ടത്തെ പോലെ തന്നെ ഓരോന്നങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണ്. കാലം മാറി, ആൾക്കാർക്ക് വെളി രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചും എടുത്തുമൊക്കെ ആൾക്കാർക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നു. ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡേണായിട്ട് ആൾക്കാർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ആൾക്കാർ ഈ വക കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്തുവാണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയുള്ള മോഡേൺ കിച്ചൺ അല്ലെങ്കിൽ മോഡുലാർ കിച്ചണ് ഡോറ് കാണത്തില്ല, അതെപ്പോഴും ഓപ്പൺ കിച്ചൺ ആയിരിക്കും. അതാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഓപ്പൺ കിച്ചൺ എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം. അങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഒരു 12 മെമ്പേഴ്സും ഒക്കെ ഉള്ള ഫാമിലിയിലെ ഒരു സെറ്റിങ്സാണ് ഞാൻ കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പം കിച്ചൺ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്യാബിൻസ് തരും. മെലാമൈൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അവർ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കിച്ചണിനകത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് വീട്ടിലുള്ള മെമ്പേഴ്സിന് കഴിക്കാനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. എങ്ങനെ വേണമെങ്കിലും ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആദ്യമേ കാണിച്ച പോലെ 12 മെമ്പേഴ്സ് പോലത്തേത് വലിയ ഡൈനിങ് ടേബിൾ ഇട്ട് മാറ്റി സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ കിച്ചണിനകത്ത് തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അവിടെ യൂസ് ചെയ്യാം, നമുക്ക് കഴിക്കാനായിട്ടൊക്കെ. ഈ മെലമൈൻ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ നമുക്ക് തുടച്ചിടാൻ പറ്റും, പൊട്ടിപ്പോവത്തില്ല. പിന്നെ പല തരത്തിലുള്ള കളേഴ്സിൽ നമുക്കത് കിട്ടും. ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സിൽ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആയിട്ട് തോന്നും. പക്ഷേ ഗ്ലാസിൻ്റെ ലുക്കിലാണ്, പക്ഷേ ഗ്ലാസ് അല്ല, പൊട്ടിപ്പോകത്തൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ് സാധനം. പിന്നെ കിച്ചൺ ഹുഡ്, അതായത് എക്സോസ് ഫാനിൻ്റെ ആ ഒരു പ്രൊവിഷൻ ഏരിയയാണ് നമ്മൾ കിച്ചൺ ഹുഡ് എന്ന് വിളിക്കുന്നത്. അത് വരും. അതിങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതും കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇതെല്ലാം നമുക്ക് തന്നേക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. ചിലർക്ക് കിച്ചൺ അടച്ചിടുന്ന കിച്ചണാണ് ഇഷ്ടമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു പാർട്ടീഷനൊക്കെ വെച്ച് നമുക്കത് തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇത് മറ്റൊരു മെലമെൻ്റെ ഒരു കളറാണ് ഞാൻ കാണിച്ചു, ഒരു റെഡ് കളർ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ വക കളേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും. പിന്നെ സൈഡിൽ കണ്ടില്ലേ ഈ ചെയേഴ്സ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഡൈനിങ് ടേബിൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമുക്കിങ്ങനെ സൈഡിൽ ചെയേഴ്സ് ഇട്ടിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഫുഡ് അത്യാവശ്യം വീട്ടിലുള്ളവർക്ക് തന്നെ ആയാലും നമുക്ക് ആ കൗണ്ടർ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയൊരു ട്രോളി വീട്ടിനകത്തുണ്ടെങ്കിൽ ഒരു 3-4 തട്ടായിട്ടുള്ള ട്രോളി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അത്യാവശ്യം എടുക്കേണ്ട കപ്പും സോസറുകളും ഗ്ലാസും ഒക്കെ നമുക്ക് അതിനകത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മോഡുലാർ കിച്ചൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. സ്പേസ് നമുക്ക് ലാഭിക്കാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സംഭവം എല്ലാം ഇരിക്കുകയും ചെയ്യും, മോഡേൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കിച്ചൺ. തടിയും കൊണ്ടുണ്ടാക്കുന്ന സാധനത്തിലൊക്കെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ മെറ്റീരിയലാണെങ്കിൽ ഇതൊരിക്കലും പോകുമെന്ന് പേടിക്കേണ്ട. വെള്ളമൊന്നും വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പോറലൊന്നും വീഴത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പിന്നെ ഓവൻസും ഇതെല്ലാം നമ്മൾ ഇതിനകത്തായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് മറ്റൊരു കിച്ചൺ. ഒരു 3-4 കിച്ചണുകളാണ് ഞാനിപ്പോൾ ഒരുമിച്ച് കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് പാർട്ടീഷൻ ചെയ്ത് ആ കിച്ചണിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതായത് ഓപ്പൺ കിച്ചണിൽ നമ്മൾ നോക്കുമ്പോൾ വിസിറ്റേഴ്സ് റൂം ഇങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യമേ കാണിച്ചു തന്ന പോണക്ക് ഡൈനിങ് ഹോൾ അങ്ങനെ ഒരു ഓപ്പണായിട്ട് തന്നെ ഇരിക്കും. എല്ലാം ഓപ്പണായിട്ട് നമുക്കപ്പോൾ വിസിറ്റേഴ്സിനെയും വേണ്ടും ഒരേ സമയത്ത് നമുക്ക് കിച്ചണിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയയിലും നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിൽക്കുന്നവർക്ക് ലേഡീസിന് അത് വളരെ സഹായമായി. തടി ഇഷ്ടമുള്ളവരുടെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. തടിയുടെ മെറ്റീരിയലാണ്, തടിയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കൗണ്ടേഴ്സിലെല്ലാം. എന്നാലും താഴെ കബേർഡ്സ് എല്ലാം മെലമെൻ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ അത് ഓരോന്നിനും ഓരോ പ്രൈസാണ്
അവരിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രൈസ് ടാഗ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ചൂടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാൻ ഒരു റെയിലും പിന്നെ കുക്കിംഗ് ഏരിയയും പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് വെക്കണമെങ്കിൽ അവിടെ ഒരു സൈഡിൽ അത്യാവശ്യം വേണ്ടിയത് മാത്രം പുറത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് താഴെ ഡ്രോയേഴ്സിനകത്ത് വയ്ക്കാം. കണ്ടില്ലേ, ഇഷ്ടം പോലെ കബേർഡ്സ് നമുക്ക് താഴേക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വീതം ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ കബേർഡ്സിനകത്ത് എന്തൊക്കെ വെക്കണം, ഏറ്റവും മെയിനായിട്ട് വേണ്ടിയ ഇതിൻ്റെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയായിട്ട് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെക്കുക, അതിന് വേണ്ടിയ സ്പൂണുകൾ കാര്യങ്ങളെല്ലാം അടുത്ത ഇതിനകത്ത് അതിൻ്റെ തൊട്ട് താഴത്തെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് അവർ ചെയ്തു തരത്തുള്ളൂ നമുക്ക്. പിന്നെ ഇതിൻ്റെ സൈഡിലത്തെ കബോർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ്, അതായത് നമുക്ക് പരിപ്പ് പയറ് ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫ്രിഡ്ജിൻ്റെ ഏരിയയാണ് മേളിൽ വരുന്നത്. പിന്നെ ഇതും അത്യാവശ്യം വേണ്ട താഴെ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് താഴെയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കിച്ചൺ സ്ലാബിൻ്റെ സെയിം ലെവലിൽ തന്നെയായിരിക്കും ഓവൻ്റെ സ്പേസും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ സൗകര്യത്തിന് നമുക്കത് ഓവനിൽ നിന്നെടുത്ത് സ്ലാബിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ അതേ ലെവലിൽ തന്നെ ആയിരിക്കും അത് സെറ്റ് ചെയ്ത് തരുന്നത്. അതിൻ്റെ മേളിലേക്ക് നമുക്കിപ്പോൾ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ വലിയ അത്യാവശ്യങ്ങളില്ലാത്തതും എന്നാൽ വലിയ സാധനങ്ങളും അത് പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ടാത്ത പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സൂക്ഷിക്കാം. ഓവനിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരും ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഫ്രിഡ്ജിനുള്ളിലാണ്. അത് ഞാൻ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതൊക്കെ. ഫ്രീസറാണ് ഇപ്പോഴേ കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെ അത് ചെറുതായിട്ട് അത് മാത്രം അപ്പോൾ തുറന്നാൽ മതി. രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കേണ്ട കാര്യമില്ല. 2 ഡോർ ഫ്രിഡ്ജ് തന്നെയായിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ ടോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ മേളിലും ഉണ്ട് കേട്ടോ ക്യാബിൻസ്. അപ്പോൾ അതായത് നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളും മിക്സി, ഫുഡ് പ്രോസസ്സർ ഈ വക കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഉള്ള സ്പേസുകൾ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നടുക്കായിട്ട്, അതായത് അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മേളിൽ തടിയാണ് വിട്ടേക്കുന്നത്. അതിൻ്റെ സൈഡിൽ വരുന്ന ഈ ചെറിയ സ്പേസുകളില്ലേ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു കോർണറുകളാണ്. ആ കോർണറിനകത്തൊക്കെ നമുക്ക് ലിക്വിഡ് സോപ്പുകളും ഈ വക വെക്കുന്ന സാധനങ്ങളും ഒക്കെ അവർ വെച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡിഷ് വാഷർ ഏരിയയാണ്. ഡിഷ് വാഷർ വേണ്ടിയവർക്ക് അത് വെക്കാം. ഇപ്പം പിന്നെ സാധാ സിങ്ക് കൗണ്ടറുണ്ട്. അതിൻ്റെ മേള് വേണമെങ്കിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വുഡൻ ഒരു പീസും കൂടെ അവർ വെച്ചിട്ടുണ്ട്. അത് ഒരു എണ്ണം മതിയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് മാറ്റാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പൈപ്പാണ് അവർ വെച്ചിരിക്കുന്നത്, ടാപ്പാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് അത് ചൂടുവെള്ളവും ഒക്കെയുള്ള വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാപ്പാണ്. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടാപ്പുകൾ. ഇപ്പം കിച്ചൻ്റെ സിങ്കിൻ്റെ താഴത്തെ തട്ട്, ആ കബേർഡൊക്കെ നമ്മൾ വെറുതെ കളയാണ്ട് അവിടെ ഇങ്ങനത്തെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ടവൽസും കിച്ചൺ ടവൽസ് ആയാലും വാഷിംഗ് പൗഡറോ അങ്ങനത്തെയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം. ഇത് കണ്ടില്ലേ, സൈഡിലത്തെ അത് വലിക്കുമ്പോഴത്തേക്കിനും വേണ്ടി കുപ്പികളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സ്പൂണുകൾ, പ്ലാസ്റ്റിക് പിള്ളേരുടെ ഐറ്റംസൊക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം. ഇത് കണ്ടില്ല, ഓരോ റാക്കും വലിക്കുമ്പോൾ അവർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതൊക്കെ ഇന്നതിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ല, മേളിൽ ലൈറ്റ്സ് ഇങ്ങനെ വയ്ക്കാം. കിച്ചണിലേക്ക് ആവശ്യമായ ലൈറ്റുകൾ വയ്ക്കാം, എക്സ്ട്രാ ലൈറ്റ് വേണ്ടിയവർക്ക്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. ഇങ്ങനെ ഇരിക്കും നമ്മൾ വിസിറ്റേഴ്സൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉള്ള ലുക്ക്. ഇത് മറ്റൊരു കിച്ചൺ, ചെറിയ കിച്ചൺ, ബ്ലാക്ക് തീമിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇതും മെലമിൻ പ്രോഡക്റ്റ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കിച്ചൺ, ചെറിയ വീട്ടിലവർക്ക് ഒരു ചെറിയ കിച്ചണാണ് അവർ മോഡേണായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ചെറിയ കിച്ചൺ ഞാൻ കാണിച്ചു തരുന്നത് വലിയ കിച്ചൺ മാത്രമല്ല, മോഡുലാർ കിച്ചണായിട്ട് ചെയ്തു തരുന്നത്. വളരെ ചെറുതായിട്ടും മോഡുലാർ കിച്ചൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴെല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. ബൈ.